സുഹൃത്തുക്കളെ, ഇന്ന് ഭയങ്കര രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ BJP കെ സുരേന്ദ്രൻ അദ്ദേഹം ഇന്ന് UDF സർക്കാരിനെതിരെ ഗംഭീര വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഇത് വായിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നുന്നു ചെയ്യും. ഞാൻ ഈ സൈഡിൽ വെക്കാൻ കേട്ടോ. ജനാധിപത്യത്തിൽ എതിരാളികളെ വിമർശിക്കുന്നതിൽ രാഹുൽ ഗാന്ധി മാതൃക ഒഴിവാക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. പ്രളയ പ്രശ്നം ദുരിതാശ്വാസത്തിലെ ദയനീയ വീഴ്ചയാണ്. അത് ആർജവത്തോടെ പറയാൻ കഴിയണം. അല്ലാതെ മുഖ്യമന്ത്രി ഊണ് കഴിച്ചതും ഹെലികോപ്റ്റർ ഉപയോഗിച്ചതും പ്രധാന വിഷയമല്ല. ഇടതുഭരണത്തിലെ പ്രളയകാലത്തും അന്നത്തെ മുഖ്യം എവിടെയും പോയിട്ടില്ല. പക്ഷേ വൈകുന്നേരം 6 മണിക്ക് 1.5 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തുമായിരുന്നു. ഗുരുതര വീഴ്ച പ്രളയക്കെടുതികളുടെ മുൻകരുതലുകളിലും പ്രളയാനന്തര ആശ്വാസ നടപടികളിലും ഉണ്ടായിരിക്കുന്നു. അതാണ് പ്രശ്നം. അതങ്ങനെയാണ് ചർച്ച ചെയ്യുന്നത്. കുഞ്ഞാലിക്കുട്ടി കേരളം എന്നെഴുതിയപ്പോൾ കാരണം എന്നായിപ്പോയി എന്നതൊക്കെയാണല്ലോ. ശ്രീ കുഞ്ഞാലിക്കുട്ടി സാമാന്യം നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മന്ത്രിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. റഹീമിന് ഇംഗ്ലീഷിന് മാർക്കിടാൻ ചെലവഴിച്ച സമയം 2 ആഴ്ചയാണ്. വാചകങ്ങളെ പിശകല്ല, എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്നതാണ് പ്രധാനം. ഇന്ന് ഇങ്ങനെ എഴുതി കണ്ട സമയത്ത് ഇദ്ദേഹം ഈ ഒരു ഇതിലൂടെ എന്തൊക്കെയാണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയത്. ഒന്ന്, പിണറായി വിജയനിട്ടൊരു തട്ട് അദ്ദേഹം വളരെ വൃത്തിയായിട്ട് കൊടുക്കുന്നുണ്ട്. പിണറായി വിജയൻ അന്ന് എവിടെയും പോയിട്ടില്ല, ഈ ദുരിത പ്രദേശത്ത് നിന്ന് പോയിട്ടില്ല എന്ന് പറയുന്നത് അതൊരു മഹാനുണയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഒരു 10 വർഷം മുമ്പത്തൊക്കെ വളരെ പെട്ടെന്ന് മറന്നു പോകുന്ന ആൾക്കാരാണല്ലോ. അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ 3.0 വരണ്ട എന്നൊക്കെ ഇവിടുത്തെ ജനങ്ങളൊക്കെ വിചാരിച്ചത്. എന്തൊക്കെയായാലും കെ സുരേന്ദ്രൻ ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഗംഭീരമായിട്ടുള്ള പരാജയം സംഭവിച്ചിട്ടുണ്ട് UDF ഗവൺമെന്റിന്, അല്ലെങ്കിൽ നമ്മുടെ VD സതീശൻ മേനോൻ ഗവൺമെന്റിന് ഒരു ഗംഭീര പരാജയം സംഭവിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കാൻ പോയതിലോ അല്ലെങ്കിൽ ഹെലികോപ്റ്റർ മാത്രമായിട്ട് ചുരുക്കരുത് എന്നാണ് നമ്മുടെ കെ സുരേന്ദ്രൻ പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് പൊതുജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഹെലികോപ്റ്റർ സഞ്ചരിച്ചത് ഒരു വിഷയമുള്ള കാര്യമല്ല. പക്ഷേ അത് പ്രശ്നമായി മാറുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുമ്പോൾ അതെന്തൊരു വലിയ സാമൂഹ്യ വിപത്തായിട്ട് മാറുകയും അതേ പരിപാടി VD സതീശൻ എന്ന് പറയുന്ന അന്ന് പിണറായി എതിർത്ത VD സതീശൻ അതേ പരിപാടി ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമായിട്ട് മാറുകയും ചെയ്യും. പിണറായി വിജയൻ സഞ്ചരിച്ചത് കേരളത്തിന്റെ ആവശ്യങ്ങൾക്കും ഇവിടെയുള്ള, പിന്നെ പിണറായി വിജയൻ വളരെ കുറവേ സഞ്ചരിച്ചിട്ടുള്ളൂ, ബാക്കി മുഴുവൻ പറഞ്ഞത് അവയവങ്ങൾ വളരെ ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു. വളരെ പെട്ടെന്ന് അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കും മറ്റൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു ഹെലികോപ്റ്റർ പറന്നിട്ടുള്ളത്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ അത്തരം ചർച്ചകളെല്ലാം ഒഴിവാക്കിയിട്ട് ഇതിനെ പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്നു, അത് പാർട്ടി സമ്മേളനത്തിൽ ഉപയോഗിച്ചെന്ന് പറയുന്ന നുണകളാണ് പറയാൻ ശ്രമിക്കുന്നത് എന്നതാണ്. എന്തൊക്കെയായാലും ഇവിടെ ഇപ്പം സംഭവിക്കുന്നത്, VD സതീശന് ഹെലികോപ്റ്റർ സഞ്ചരിക്കാം, മൂപ്പർക്ക് ബിരിയാണി തിന്നാൻ പറ്റുമോ, തിന്നാം. പക്ഷേ ഇതൊക്കെ എപ്പോൾ സഞ്ചരിക്കുന്നു, എപ്പോൾ ബിരിയാണി തിന്നുന്നു എന്നതാണ്. ഇദ്ദേഹം ബിരിയാണി തിന്നുന്ന സമയത്ത് കേരളത്തിൽ ഒരു ഭാഗം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം കോഴിക്കോട് പോയിട്ട് ബൈ മീ എ ടീ എന്ന സംതിങ് ലൈക്ക് അതൊരു ടീ കട എന്നല്ല, ചായക്കട എന്നല്ല, കോഫി ഷോപ്പ് എന്നല്ല, ബൈ മീ എ കോഫി. അതൊരു കോഫി ഷോപ്പ് എന്നല്ല, അത് ഈ പുത്തൻ ആശയങ്ങളൊക്കെ കൂടിയിട്ട് ഏകീകരിക്കുകയും അവരുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെന്ററൊക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണത്. ഒരു പുത്തൻ ആർക്കിടെക്റ്റിലൊക്കെ വന്നു ചേരുന്ന സ്ഥലമാണ്. അവർക്ക് പ്രൊഡക്റ്റ് വിൽക്കാം, അവരുടെ ഒരു കമ്പനിക്ക് സംഭാവനകൾ സ്വീകരിക്കാം. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ്, ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ്. അദ്ദേഹം ആ ഉദ്ഘാടനം ചെയ്യുന്ന അതേ സമയത്ത് കോഴിക്കോട് 2 ഇടങ്ങളിലെങ്ങാണ്ടായിട്ട് 5 കുട്ടികളടക്കം 5 പേര് മരിച്ചിരുന്നു. ഇവിടെ ഔചിത്യമില്ലായ്മ എന്നൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം എന്തുകൊണ്ട് ഈ ഉദ്ഘാടനത്തിന് ശേഷമെങ്കിലും ആ ഒരു ഹെലികോപ്റ്റർ എടുത്ത് ഒന്ന് പറക്കാമായിരുന്നെങ്കിൽ ആ മരിച്ചുപോയവരുടെ വീട്ടിലേക്ക് എത്താമായിരുന്നു. എന്തേ അത് ചെയ്തില്ല? പ്രളയം എന്ന് പറയുന്നത് തുടങ്ങിയ ആ നിമിഷം തന്നെ അത് ഏകോപിപ്പിക്കണം. പ്രളയം തുടങ്ങിയിരിക്കുന്നു, വളരെ പെട്ടെന്ന് ആളുകൾ മാറ്റേണ്ടതുണ്ട്, ക്യാമ്പുകൾ തുടങ്ങേണ്ടതുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇത് പ്രളയം തുടങ്ങി ആളുകളൊക്കെ ബുദ്ധിമുട്ടിലേക്ക് എത്തി 3 ദിവസം കഴിഞ്ഞിട്ടാണ് ക്യാമ്പ് തുടങ്ങണോ, അവർക്ക് ഭക്ഷണം കൊടുക്കണോ എന്നൊക്കെ ഒരു അവസ്ഥ വരുന്നത്. എന്നിട്ടും ഏറ്റവും രസകരം എന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാ ചാനലും ശ്രദ്ധിച്ചോളൂ, കൈരളി മാത്രമല്ല, റിപ്പോർട്ടറോ 24ഓ മനോരമയോ ഏഷ്യാനെറ്റോ നോക്കിക്കോളൂ, നിങ്ങൾക്ക് ഒരു യൂത്തന്മാരെ കാണാൻ കഴിയുന്നില്ല. കോൺഗ്രസിലെ യൂത്തന്മാർ എന്ന് പറയുന്ന ആൾക്കാരില്ലേ, നിങ്ങൾക്ക് അവരെ കാണാൻ കഴിയില്ലെന്ന്.
ഇവരൊന്നും ഈ രക്ഷാപ്രവർത്തനത്തിനോ ഇവരൊന്നും ആളുകളുടെ പ്രശ്നങ്ങൾ എന്താ പറയുക തീർക്കാൻ വേണ്ടിയിട്ടോ ഏതെങ്കിലും ക്യാമ്പിൽ അരിയോ പഞ്ചസാരയോ ബ്രഷോ പേസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈവൻ കളിപ്പാട്ടമെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊന്നും എത്തിക്കാനൊന്നും ഇവർ ശ്രമിക്കുകയില്ല എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇതാണ് ഇതിനൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിൽക്കുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി എന്താ പറയുക ഭക്ഷണം കഴിച്ചോ കഴിക്കാതിരുന്ന കാര്യത്തിലൊന്നും നമുക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ കെ സുരേന്ദ്രൻ അടക്കം ഒരു പ്രതികരണം എന്ന രീതിയിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സുഹൃത്തുക്കളെ, ബൈ.